മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടാൻജൻസ് അല്ലെങ്കിൽ തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ പഠിച്ച സർക്കിൾസ് അല്ലെങ്കിൽ വൃത്തങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇല്ലായിരുന്നു, അതിന്റെ ബാക്കിയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കിടക്കുവാണ്, ടാൻജൻസ് അല്ലെങ്കിൽ തൊടുവരകൾ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് ടാൻജന്റ്, എന്താണ് തൊടുവര എന്നാണ് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചോളണം. ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഇവിടെ നോക്ക്, ഞാനിപ്പോൾ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു വൃത്തം എടുക്കുവാണ്. ഞാനൊരു സർക്കിൾ എടുത്തു അല്ലെങ്കിൽ ഒരു വൃത്തം എടുത്തു, കേട്ടല്ലോ. ഇനി ഞാൻ ഈ വൃത്തത്തിലേക്ക് ഒരു ലൈൻ വരയ്ക്കുവാണ്. ഇവിടെ നോക്കിയേ, ഈ ലൈൻ ഈ വൃത്തത്തിനെ എത്ര പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട്? 2 പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. എ എന്ന് പറയുന്ന ഒരു പോയിന്റും ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു പോയിന്റും ഉണ്ട്. ഓക്കെ, എനിക്ക് ഈ വൃത്തത്തിലേക്ക് ഒരു ലൈൻ വരയ്ക്കണം. അത് സത്യം പറഞ്ഞാൽ ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യാവുള്ളൂ, എനിക്ക് നിർബന്ധമാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. ഇവിടെയും സത്യം പറഞ്ഞാൽ 2 പോയിന്റിൽ ടച്ച് ചെയ്തു. അപ്പോൾ ഇത് പറ്റുമോ? ഇല്ല. ഇനി ഞാൻ വേറൊരു ലൈൻ ഇങ്ങനെ വരച്ചെന്ന് വിചാരിച്ചു, ഇത് ഇത്രയും വരച്ച് നിർത്തി. ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുള്ളൂ അല്ലേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും എൻഡ് ചെയ്യാത്തതാണ്. ഇത് നീട്ടി വരച്ചാൽ ഇവിടെയും മുട്ടും അല്ലെ. അപ്പൊ ഇവിടെയും 2 പോയിന്റിൽ ടച്ച് ചെയ്തു അല്ലെ, 2 പോയിന്റിൽ ടച്ച് ചെയ്തു. അപ്പൊ എനിക്ക് വേണ്ടത് ഒരു സർക്കിളും ആ സർക്കിളിന്റെ ഒരു പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്യുന്ന ഒരു ലൈനുമാണ്. അപ്പൊ അതെങ്ങനെ വരയ്ക്കും? അത് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്, അതേ ശ്രദ്ധിച്ചോളണം. ഞാൻ ഇവിടെ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് വരച്ചു. എനിക്ക് ഈ എ എന്ന് പറയുന്ന പോയിന്റിലൂടെ ഒരു ലൈൻ വരയ്ക്കണം. ഇങ്ങനെ വരച്ചാൽ ശരിയാവുമോ? ശരിയാവൂല. കാര്യം എന്താ? ഇത് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ മുട്ടും. അപ്പൊ 2 പോയിന്റിൽ കൂട്ടിമുട്ടി. അപ്പൊ ഇത് പറ്റൂല. പിന്നെ എങ്ങനെ വരയ്ക്കും? ഇങ്ങനെ വരച്ചാൽ ശരിയാവുമോ? ഇങ്ങനെ വരച്ചാലും പ്രശ്നമുണ്ട്. ഇത് നോക്കിയാൽ ഇത് നീട്ടി വരച്ചാൽ ഇവിടെ കൂട്ടിമുട്ടും, 2 പോയിന്റിൽ കൂട്ടിമുട്ടി. അപ്പൊ ഞാൻ എങ്ങനെ വരയ്ക്കും എന്നറിയാമോ? ഇത് ഇങ്ങനെ വരയ്ക്കും. നോക്ക്, ഇപ്പൊ എന്താ പ്രത്യേകത? ഇത് എ എന്ന് പറയുന്ന ഈ പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ ഒരു സർക്കിളിന്റെ ഒരു പോയിന്റിലൂടെ മാത്രം, ഒരു ബിന്ദുവിലൂടെ മാത്രം പോകുന്ന ഈ ലൈനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ടാൻജന്റ്. ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാലും കൊള്ളാം, പഠിച്ചില്ലേലും കൊള്ളാം, ഈ സാധനം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഒരാൾ വന്ന് നിങ്ങളോട് എന്താണ് ടാൻജന്റ്, എന്താണ് തൊടുവര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഒരു വൃത്തത്തിന്റെ ഒരു പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന വരയാണ് നമ്മൾ ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര എന്ന് പറയുന്നത്. എന്താണ്? ഒരു സർക്കിളിന്റെ ഒരു പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ്. ഒരു സർക്കിളിന്റെ ഒരു പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര എന്ന് പറയുന്നത്? passes through only one point. എന്താണ്? ഒരു ബിന്ദുവിലൂടെ മാത്രം കടന്നു പോകുന്നു. കേട്ടല്ലോ? ഒരു ബിന്ദുവിലൂടെ മാത്രം കടന്നു പോകുന്നു, ഒരു പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന വരെയാണ് എന്ത്? ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര. അപ്പൊ നിങ്ങൾക്കുള്ള ഒരു ചോദ്യം, ഞാനൊരു വൃത്തം വരച്ചു, ഒരു സർക്കിൾ വരച്ചു. എനിക്ക് ഈ വൃത്തത്തിന്, ഈ സർക്കിളിൽ എത്ര ടാൻജന്റുകൾ, എത്ര തൊടുവരകൾ വരയ്ക്കാം? ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഈ പോയിന്റിൽ ഒരു തൊടുവര വരച്ചു. ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഈ പോയിന്റിൽ ഒരു തൊടുവര വരച്ചു. ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഈ പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചു. ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഈ പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചു. ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഈ പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചു. അതായത് എനിക്ക് എത്ര പോയിന്റ് എടുക്കാൻ പറ്റും അത്രയും ടാൻജന്റ് എനിക്ക് വരയ്ക്കാം അല്ലെ. അപ്പൊ എത്ര ടാൻജന്റ്സ് വരയ്ക്കാം? ഇൻഫൈനൈറ്റ് ടാൻജന്റ് വരയ്ക്കാം. എത്ര വേണമെങ്കിലും വരയ്ക്കാം. സിമ്പിൾ. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിലൂടെ മാത്രം പാസ് ചെയ്യുന്ന ലൈൻ, അതിനെയാണ് ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഞാൻ ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിലെ ഒരു പോയിന്റ്, ഇത് സർക്കിളിന്റെ സെന്റർ, ഈ പോയിന്റിലൂടെ മാത്രം വരയ്ക്കുന്ന ഈ വരയാണ് ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര. ഇതിനൊരു പേര് കൊടുക്കാം, AB. കേട്ടല്ലോ? അപ്പൊ AB എന്ന് പറഞ്ഞാൽ ആരാണ്? AB എന്ന് പറഞ്ഞാൽ ടാൻജന്റ് ആണ്, തൊടുവരയാണ്. ഓക്കെ അല്ലേ? ഇനി ഞാനിവിടെ വേറൊരാളെ എടുക്കുകയാണ്. നോക്കിയടാ, ഞാൻ ഈ സർക്കിളിന്റെ സെന്ററിനെ O എന്ന് വിളിച്ചു. ഈ O മുതൽ ഇങ്ങോട്ടുള്ള ഈ വര,
ഇവരെ നമ്മൾ സി എന്ന് വിളിച്ചാൽ ഈ ഒ സി ആരാണ്? നിങ്ങളൊന്നും തന്നെ പറഞ്ഞേ, ഈ ഒ സി ആരാണ്? സർക്കിളിന്റെ ആരാടാ? സർക്കിളിന്റെ റേഡിയസ് ആണ്. റേഡിയസ് അല്ലേ? റേഡിയസ് അല്ലെങ്കിൽ ആരമാണ്. ഓക്കെ അല്ലേ? ഇവിടെ ഒരു സർക്കിളിന്റെ റേഡിയസും ആ സർക്കിളിന്റെ ടാൻജന്റും, ഒരു സർക്കിളിന്റെ റേഡിയസും ആ റേഡിയസ് വരച്ചിരിക്കുന്ന പോയിന്റിലൂടെയുള്ള ഈ ടാൻജന്റും ഇവ തമ്മിലുള്ള ആംഗിള് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. കേട്ടല്ലോ? ഒരു സർക്കിളിന്റെ റേഡിയസും ആ റേഡിയസ് വരച്ച പോയിന്റിലൂടെയുള്ള ടാൻജന്റും ഒരു വൃത്തത്തിന്റെ ആരവും ആ ആരം വരച്ച പോയിന്റിലൂടെയുള്ള തൊടുവരയും എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി വേറൊരു കാര്യം പറയാം. നോക്കിയേ, ഞാനൊരു സർക്കിൾ വൃത്തം എടുത്തു. ഈ വൃത്തത്തിൽ ഞാൻ റേഡിയസിന് പകരം ഞാൻ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം വരച്ചു. ഈ വ്യാസം വരച്ചിട്ടുള്ള ഈ പോയിന്റിലൂടെ ഞാൻ ടാൻജന്റ് വരച്ചാലോ? ഇതും റേഡിയസ് തന്നെയല്ലേ? ഇവ തമ്മിലുള്ള ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി, 90 ഡിഗ്രി. വളരെ ഇമ്പോർട്ടൻറ്റ്. കേട്ടല്ലോ? അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ ഈ ഒറ്റ കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ഒരു സർക്കിൾ എടുത്തു, ഒരു വൃത്തം എടുത്തു. ആ സർക്കിളിൽ നിങ്ങൾ റേഡിയസോ ആരമോ വ്യാസമോ എന്ത് വേണമെങ്കിലും വരച്ചോ. ഇതിൻ്റെ ഈ റേഡിയസ് അല്ലെങ്കിൽ ആരം വരച്ച ഈ പോയിന്റിലൂടെ ഒരു ടാൻജന്റ് തൊടുവര വരച്ചാൽ ഇവ തമ്മിലുള്ള ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. ഓക്കെ, സിമ്പിൾ. കാര്യം സെറ്റായില്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ചോദ്യം ചെയ്യാം. ദേ നോക്ക്, ഒരു ക്വസ്റ്റ്യൻ നോക്കിയടാ. എ ബി ഈസ് ദ ടാൻജന്റ് ഓഫ് ദ സർക്കിൾ. എ ബി ടാൻജന്റ് ആണ്, അതായത് എ ബി തൊടുവരയാണ്. ഓക്കെ അല്ലേ? എ ബി തൊടുവരയാണ്. വിത്ത് സെന്റർ ഓ. സർക്കിളിന്റെ സെന്റർ എന്താണ്? ഓ. വൃത്തത്തിന്റെ കേന്ദ്രം ബി ആണ്. ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഇവൻ എത്ര ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്? 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇവൻ എത്ര ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്? 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ആംഗിൾ ബി. ആംഗിൾ ബി കാണുക. ആംഗിൾ ബി ആരാടാ? ഇവനാണ് ആംഗിൾ ബി. എങ്ങനെ കണ്ടുപിടിക്കും? വളരെ സിമ്പിൾ. എടാ, നമ്മളിപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നോക്കി, ഒരു സർക്കിൾ, ഒരു വൃത്തം. ആ വൃത്തത്തിൽ ഒരു റേഡിയസ് ആരം വരച്ചു. ഈ ആരം വരച്ച പോയിന്റിലൂടെയുള്ള ഈ ടാൻജന്റ് തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. അപ്പൊ നോക്ക്, ഇത് സർക്കിളിന്റെ കേന്ദ്രം, വൃത്തത്തിന്റെ സെന്റർ. ഇങ്ങോട്ട് വരയ്ക്കുന്നത് ഇത് റേഡിയസ്. റേഡിയസ് വരച്ച പോയിന്റിലൂടെയുള്ള ടാൻജന്റ് ഇത്. ഇവ തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ആംഗിൾ എ ഈക്വൽ ടു 90 ഡിഗ്രി. അവർ തന്നിട്ടുള്ള കാര്യം എന്താണ്? ആംഗിൾ ഒ ഈക്വൽ ടു എത്രയാണ്? 50 ഡിഗ്രി. നമുക്ക് ആംഗിൾ ബി കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയേ, ഇതൊരു ട്രയാങ്കിൾ അല്ലേടാ? ഇതൊരു ത്രികോണമല്ലേ? ഇതൊരു ത്രികോണമല്ലേ? ഈ ത്രികോണത്തിന്റെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ എത്ര ഡിഗ്രി വരും? 3 ആംഗിളും കൂടി കൂട്ടിയാൽ ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ ഒയും കൂടി കൂട്ടിയാൽ എത്ര ഡിഗ്രി വരും? 180 ഡിഗ്രി. ആംഗിൾ എ എത്രയാണ്? 90 പ്ലസ് ആംഗിൾ ബി തന്നിട്ടുണ്ടോ? ഇല്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് ആംഗിൾ ഒ എത്രയാടാ? ആംഗിൾ ഒ എത്രയാടാ? 50. ഇത് 3ഉം കൂടി കൂട്ടിയാൽ 180. അപ്പൊ 90ഉം 50ഉം കൂടി കൂട്ടുമ്പോൾ എത്ര വന്നു? ആംഗിൾ ബി പ്ലസ് 140 ഈക്വൽ ടു 180. അപ്പൊ ആംഗിൾ ബി ഇവിടെ വെച്ചു. ഈ 140 അപ്പുറത്തേക്ക് പോട്ടെ. അപ്പൊ 180ൽ നിന്നും ഈ 140 കുറച്ചാൽ ആൻസർ എത്ര കിട്ടും? 40 എന്ന് കിട്ടും. അപ്പൊ ഇതെത്രയാണ്? 40 ഡിഗ്രി. ഇനി അത്രയും നിങ്ങൾ ആലോചിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് 3ഉം കൂടി കൂട്ടിയാൽ 180, ഇത് 2ഉം കൂടി കൂട്ടിയപ്പോൾ 140. ബാക്കി എത്ര വരുവാടാ? 40. സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ഈ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ബി സി ഈസ് ദ ടാൻജന്റ് ഓഫ് ദ സർക്കിൾ. ബി സി വൃത്തത്തിലെ തൊടുവരയാണ്. ഇവനാണ് തൊടുവര ബി സി. ഓക്കെ അല്ലേ? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ടാൻജന്റ്. ഈ ബി സിയുടെ നീളം കാണുക. ഈ ബി സിയുടെ നീളം കണ്ടുപിടിക്കണം. അവരെന്തൊക്കെ തന്നിട്ടുണ്ടാ? ദേ, ഇവൻ 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇവൻ 5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. ഒരു വൃത്തം, ഒരു സർക്കിൾ എടുത്താൽ ആ സർക്കിളിന്റെ റേഡിയസും ആരവും ആ വരച്ച പോയിന്റിലൂടെയുള്ള ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതാണ് നമ്മളുടെ റേഡിയസ് അല്ലെങ്കിൽ ആരം. ആരത്തിലൂടെ വരച്ചിട്ടുള്ള ടാൻജന്റ് ആണിത്. അപ്പൊ ഇവിടെയുള്ള ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. ഞാൻ ഈ ട്രയാങ്കിൾ എടുത്ത് ഇങ്ങോട്ട് വരയ്ക്കുവാണ്, അല്ലെ താഴത്തേക്ക് വരയ്ക്കുവാണ്. നോക്കിയേ, ശ്രദ്ധിച്ചോളണേ. ഇതാണ് എത്ര? 90 ഡിഗ്രി. 90 ഡിഗ്രി വന്നിട്ടുള്ള ആംഗിൾ എത്രയാണ്? ബി. ഈ ചെറിയ ലെങ്ത് ആണ് എ. അപ്പൊ ഇവിടെ എ എഴുതാം. അത് എത്രയാടാ?
3 സെന്റിമീറ്റർ. ഈ വലിയ ലെങ്ത് സി. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, എ സി ആണ് 5 സെന്റിമീറ്റർ. എ സി ഇതല്ലേ, അത് 5 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ബി സി ആണ്. ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണമാണ്, 90 ഡിഗ്രി വരുന്നത്. റൈറ്റ് ആംഗിളുകൾ ട്രയാങ്കിളുകൾക്ക് മാത്രം ഒരു പ്രത്യേകത ഉണ്ട്. ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ അല്ലേ? ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ. കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലെ? ഇവിടെ കർണം എന്ന് പറഞ്ഞാൽ എന്താ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത്, അതായത് എ സി സ്ക്വയർ ഈക്വൽ ടു പാദം ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇവൻ എ ബി സ്ക്വയർ. ഓക്കെ അല്ലേ? പ്ലസ് ലംബം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആരാടാ? ബി സി സ്ക്വയർ. ഓക്കെ അല്ലേ? ഇനി എ സി നമുക്കറിയാവോ? എ സി നമുക്കറിയാം 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു. എ ബി നമുക്കറിയാവോ? എ ബി നമുക്കറിയാം 3 സ്ക്വയർ പ്ലസ്. ബി സി നമുക്കറിയാവോ? ഇല്ല, ബി സി ആണ് കണ്ടുപിടിക്കാനുള്ളത്. ബി സി 5 സ്ക്വയർ എത്രയാണ്? 25 പ്ലസ് 3 സ്ക്വയർ 9. അല്ല, 5 സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ എത്രയാണ്? 9 പ്ലസ് ബി സി സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചേ, നോക്ക്, 25 ഈക്വൽ ടു 9 പ്ലസ് ബി സി സ്ക്വയർ ആണ്. ഈ 9 ഇപ്പുറത്തേക്ക് പോട്ടെ. അപ്പൊ 25 മൈനസ് 9 ഈക്വൽ ടു ബി സി സ്ക്വയർ. 25 9 പോയാൽ എത്രയാണ്? 16 ഈക്വൽ ടു ബി സി സ്ക്വയർ. ബി സിയുടെ സ്ക്വയർ ആണ് 16. അപ്പൊ ബി സി എത്ര വരുവടാ? ബി സി എത്ര വരുവടാ? 16ന്റെ റൂട്ട് എടുത്താൽ മതി. ആൻസർ എത്ര വന്നു? 4. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പോ അടുത്ത മോഡലിലേക്ക് പോവാം. അടുത്ത മോഡല് ടാൻജൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ഒരു സെഷനാണ്. വളരെ സിമ്പിൾ ആണ്. അത് നോക്കിയോ, ഒന്നുമില്ല, ശ്രദ്ധിച്ചേ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ഒരു സർക്കിൾ, ഒരു വൃത്തം കൊടുത്തു. ആ വൃത്തത്തിന് ഒരു സെന്റർ. ഞാൻ നോക്കിയേ, ഈ വൃത്തത്തിൽ നിന്ന് ഞാനൊരു റേഡിയസ് ആരം വരച്ചു, ഇങ്ങോട്ടും ഒരു റേഡിയസ് ആരം വരച്ചു. എന്നിട്ട് ഈ റേഡിയസ് വരച്ചിട്ടുള്ള ഈ പോയിന്റിൽ നിന്നൊരു ടാൻജന്റ്, ഈ പോയിന്റിൽ നിന്നും ഒരു ടാൻജന്റ് വരച്ചു. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഇതിനൊരു പേര് കൊടുക്കുകയാണ്, ഒ എ ബി സി. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഒരു സർക്കിളിന്റെ റേഡിയസും ആരവും അതിന്റെ ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഇത് റേഡിയസ്, ഇത് ടാൻജന്റ്. അപ്പൊ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. ഓക്കെ അല്ലേ? ഇത് റേഡിയസ്, ഇത് ടാൻജന്റ്. ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കൂടാ? 90 ഡിഗ്രി. അപ്പൊ നമുക്ക് കിട്ടി ഇവൻ 90 ഡിഗ്രിയും ഇവനും 90 ഡിഗ്രിയും. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയേണ്ടത്, ഇതൊരു ക്വാഡിലാറ്റർ അല്ലല്ലേടാ. ഇത് ശ്രദ്ധിച്ചേ, ഇതൊരു ചതുർഭുജമല്ലേ? നോക്കി, 1 2 3 4. ഈ കോഡിലാറ്ററലിന്റെ ഏതൊരു കോഡിലാറ്ററൽ എടുത്താലും അതിന്റെ 4 ആംഗിൾസും കൂടി കൂട്ടിയാൽ എത്ര ഡിഗ്രി വരുവടാ? 360 ഡിഗ്രി വരും അല്ലേ? അതിൻ്റെ അകത്ത് ഇവനും 90 വന്നു, ഇവനും 90 വന്നു. ഇപ്പൊ ഇവർ രണ്ടും കൂടി കൂട്ടിയപ്പോൾ എത്ര വന്നു? 180 വന്നു. അപ്പൊ 360 നിന്ന് 180 പോയി കഴിഞ്ഞാൽ ഇവര് രണ്ടും കൂടി കൂട്ടിയാലും എത്ര വരും? 180 വരും. അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആംഗിളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി വരും. അതായത് ആംഗിൾ ഒ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രി. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഇതെങ്ങനെ പറയും? വളരെ സിമ്പിൾ. ഒരു സർക്കിള്, ഒരു വൃത്തം, ഈ വൃത്തത്തിലേക്ക് 2 ടാൻജന്റുകൾ വരച്ചു ഞാൻ. ഈ ടാൻജന്റ് വരച്ച പോയിന്റിലേക്ക് ഞാനൊരു റേഡിയസും വരച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് ഞാൻ പേര് കൊടുക്കുവാണ് എ ബി സി ഡി. ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. ഈ എയും സിയും കൂടി കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ്? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. സിമ്പിൾ 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 സിമ്പിൾ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയടാ, ഇവിടെ നോക്കിയേ, വളരെ സിമ്പിൾ. ഒരു ടാൻജന്റ് ഞാൻ ഇങ്ങോട്ട് വരച്ചു, ഞാനൊരു റേഡിയസ് വരച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ് ഒ എ ബി സി. ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ് ഇതൊരു എത്രയാണ്? ഒരു 120 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ് ആംഗിൾ എ എത്രയാടാ? അതൊന്ന് പറഞ്ഞേ. ആംഗിൾ എ എത്രയാണ്? ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ആരാടാ? ഇവൻ നമുക്കറിയാം, ഇത് റേഡിയസ്, ഇത് ടാൻജന്റ്. ഇവ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ആംഗിൾ സി എത്രയാടാ? ഇത് റേഡിയസ്, ഇത് ടാൻജന്റ്. ഇവ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. വളരെ ഇമ്പോർട്ടന്റ്. ആംഗിൾ ബി എത്രയാടാ? സിമ്പിൾ കാര്യം. ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ ഇതും കൂടി കൂട്ടിയാൽ 180 വരും. ഇവിടെ 120 ആണെങ്കിൽ ബാക്കി എത്ര കൂടി വന്നാൽ മതിയടാ? 60 കൂടി വന്നാൽ മതി. സംശയമുള്ളവർ 180 നിന്ന് 120 കുറച്ച് നോക്കിക്കോ. അപ്പൊ നമുക്ക് 60 എന്ന് കിട്ടും. അപ്പൊ ആംഗിൾ ബി എത്രയാടാ?
60. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, നോക്ക്. വളരെ സിമ്പിൾ. AC and BC are the tangents of the circle. അപ്പൊ AC ടാൻജന്റ് ആണ്, BCയും ടാൻജന്റ് ആണ്. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഇനി ഓരോ ചോദ്യങ്ങൾ നോക്കാം. ആംഗിൾ A എത്ര? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആംഗിൾ A എത്ര? ആംഗിൾ A എവിടെ? ഇത് റേഡിയസ് അല്ലെങ്കിൽ ആരം, ഇത് ടാൻജന്റ്. അപ്പൊ ഇവ തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആടാ? സിമ്പിൾ, 90 ഡിഗ്രി. അടുത്തത് ആംഗിൾ B എത്ര? എവിടെ ആംഗിൾ B? ഇത് റേഡിയസ്, ആരം, ഇത് ടാൻജന്റ്. ഇവ തമ്മിലുള്ള ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഓക്കെ അല്ലേ? അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആംഗിൾ C. ആംഗിൾ C നമ്മൾ പറഞ്ഞു ഈ ആംഗിളും കൂടി കൂട്ടിയാൽ 180. അപ്പൊ ഇവൻ 100 ആണെങ്കിൽ ബാക്കി ഇവൻ എത്ര വരണോടാ? 80. സംശയമുള്ളവർ 180 നിന്ന് ഈ ആംഗിൾ കുറച്ച് നോക്കിയോ. 180 മൈനസ് 100, ആൻസർ എത്ര കിട്ടൂടാ? 80. അപ്പൊ ആംഗിൾ C എത്ര ഡിഗ്രി വന്നടാ? 80 ഡിഗ്രി. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഇത്രേ ഉള്ളൂ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡ് ആൻഡ് ടാൻജന്റ്, ജാണും തൊടുവരയും എന്ന് പറയുന്ന സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നാം എന്താണ് ഈ കോഡ്, എന്താണ് ഈ ഞാണെന്ന് പറഞ്ഞ സാധനം? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാനിപ്പോൾ ഒരു സർക്കിൾ, ഒരു വൃത്തം വരച്ചു, കേട്ടല്ലോ. ആ വൃത്തത്തിന് ഒരു സെന്റർ, കേന്ദ്രമുണ്ട്. ഞാൻ ഈ സർക്കിളിന്റെ അല്ലെങ്കിൽ വൃത്തത്തിന്റെ ഏത് 2 പോയിന്റുകളും ജോയിൻ ചെയ്ത് ഒരു വര വരച്ചാൽ, ഇപ്പൊ ഞാൻ PQ എന്നും പറഞ്ഞൊരു വര വരച്ചു. ഈ PQവിനെ നമ്മൾ പറയുന്ന പേരാണ് കോഡ് അല്ലെങ്കിൽ ഞാണ്, കേട്ടല്ലോ. നിങ്ങൾക്കറിയാം. ഇനി നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ സർക്കിൾസ് അല്ലെങ്കിൽ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചൊരു കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ്. ഞാനൊരു കോഡ് എടുത്തു. ഈ കോഡ് സെന്ററുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കിയാൽ അതിന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പേരെന്തായിരുന്നു? സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ. ഓക്കെ അല്ലേ? സിമ്പിൾ. ഇനി ഈ കേന്ദ്രകോണിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത്, അല്ലെ? അതായത് ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കൂടാ? 50. ഓക്കെ അല്ലേ? അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ, നേരത്തെ പഠിച്ചത്. അതൊന്നും മനസ്സിൽ വെച്ചേക്കാന്ന് മാത്രം. ഇനി ഇവിടെ ശ്രദ്ധിച്ചു, വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ ഈ കോഡിന്റെ 2 അറ്റത്തും ഒരു ടാൻജന്റ് വരയ്ക്കുവാണ്. Qയിൽ ഒരു ടാൻജന്റ് തൊടുവര വരച്ചു, Pയിൽ ഒരു ടാൻജന്റ് തൊടുവര വരച്ചു. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ ഉണ്ടാകുന്ന ഈ 2 ആംഗിളില്ലേ, ഈ 2 ആംഗിളും സെയിം ആയിരിക്കും. എന്താണ്? ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ ഒരു പേര് കൊടുക്കാം, അല്ലെ? ആംഗിൾ P ഈക്വൽ ടു ആംഗിൾ Q എന്ന് കൊടുക്കാം. അപ്പൊ ആംഗിൾ P ആംഗിൾ Q ഏതാണെന്ന് മനസ്സിലാക്കണം, കേട്ടല്ലോ. ഇതാണ് കേട്ടോ. ഈ ആംഗിളും ഉറപ്പായിട്ട് സെയിം ആയിരിക്കും, കേട്ടല്ലോ. വളരെ സിമ്പിൾ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിൾ എടുത്തു, ആ സർക്കിളിൽ നിങ്ങൾ ഏത് കോഡ് വേണമെങ്കിലും വരച്ചോ. ഈ കോഡിന്റെ അറ്റത്ത് നിന്ന് ഞാൻ 2 ടാൻജന്റ് വരച്ചു, ഇത് രണ്ടും സെയിം ആയിരിക്കും, നിർബന്ധമായിട്ടും സെയിം ആയിരിക്കും. ഓക്കെ ആയല്ലോ. ഇനി അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഈ കോഡ് ഇവിടെ ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ ഇല്ലേ, അതിന്റെ പകുതിയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവൻ 100 ഉണ്ടാക്കിയാൽ ഇവനും 50 ആയിരിക്കും, ഇവനും 50 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി വേറൊരു കാര്യം കൂടി ഉണ്ടാ. ഇവൻ 100 ആണെങ്കിൽ വേറൊരു സ്ഥലം ഉറപ്പായിട്ട് 50 ആയിരിക്കുമല്ലോ. ഇത് ഇവൻ 50 ആയിരിക്കും, അല്ലെ? അപ്പൊ സത്യം പറഞ്ഞാൽ എത്ര ആംഗിളുകൾ ഈക്വൽ ആടാ? എത്ര ആംഗിളുകൾ ഈക്വലാ? ദേ ഇവിടെ ഒരുത്തൻ ഈക്വൽ ആണ്, ഇവിടെ ഒരുത്തൻ ഈക്വൽ ആണ്, ദേ ഇവിടെയും ഒരുത്തൻ ഈക്വൽ ആണ്. ഓക്കെ അല്ലേ? 3 എണ്ണം. അപ്പൊ ദേ ഒന്ന് മനസ്സിലേക്ക് വരട്ടെ, ഞാൻ പറയുവാണ്. ദേ ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ ദേ ഇവിടെ ഒരു കോഡ് വരച്ചു, ഒരു ഞാൻ വരച്ചു. ഞാൻ ഇവിടെ ഒരു സെൻട്രൽ ആംഗിൾ വരച്ചു. ഓക്കെ അല്ലേ? ഞാൻ ഇതൊരു 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഞാനൊരു ടാൻജന്റ് വരച്ചാൽ ഇവിടെയും ഒരു ടാൻജന്റ് വരച്ചാൽ ഈ 40ന്റെ പകുതിയായിരിക്കും ഇവിടെ 20, ആ 20 തന്നെയായിരിക്കും ഇവിടെ 20. അത് തന്നെ വരുന്ന വേറൊരു സ്ഥലമാണ് ഇത്. എത്രയാണ്? 20. ഓക്കെ അല്ലേ? സിമ്പിൾ 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 സിമ്പിൾ. അടുത്തത് ഒരെണ്ണം കൂടി. ഞാനൊരു സർക്കിൾ വരച്ചു, ആ സർക്കിളിന് ഞാനൊരു കോഡ് വരച്ചു, ആ കോഡിന്റെ 2 അറ്റത്ത് ഞാനൊരു ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവര വരച്ചു. സിമ്പിൾ, കേട്ടല്ലോ. ഇനി അത് ഇങ്ങോട്ട് മുട്ടിച്ചു, അതിനൊരു സെൻട്രൽ ആംഗിളും ഉണ്ട്. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇവിടെ ഏതൊക്കെ ആംഗിളാണ് ഈക്വൽ? നിങ്ങളൊന്ന് പറഞ്ഞേ. എടാ, ഈ ഒരു കോഡ് എടുക്കുക, ഈ കോഡിന്റെ താഴെ വരുന്ന ഈ 2 ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. സിമ്പിൾ. ഇതിനോട് ഈക്വൽ ആയിട്ടുള്ള അടുത്ത ആംഗിളാണ് ഇത്. ഇതെല്ലാം സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. ഇവനൊരു 100 ആണെന്ന് പറഞ്ഞാൽ ഇവൻ എത്രയായിരിക്കും? 50. ഇവനും എത്രയായിരിക്കും? 50. ഇവനും എത്രയായിരിക്കും? 50. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. നോക്ക്, ഇവിടെ കുറേ സാധനങ്ങൾ വരച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് നിന്ന് ഈക്വൽ ആയിട്ടുള്ള ആംഗിളുകൾ എടുത്ത് എഴുതാൻ ഇവിടുത്തെ ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് T, ഇത് C, ഇത് U, ഇത് R, ഇത് B, ഇത് S, ഇത് Q, ഇത് A, ഇത് P.
ഓക്കെ അല്ലേ? ഇവിടെ ഏതൊക്കെ ആംഗിളുകൾ ഈക്വൽ ആണെന്നാണ് എഴുതാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആടാ. ഓരോ സമയത്തും നിങ്ങൾ ഓരോ കോഡ് കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ നോക്ക്, ഞാൻ ഈ ഒരു ഞാനെടുത്തു, ഈ ഒരു ഞാണിന്റെ അറ്റത്ത് വരച്ചിട്ടുള്ള ഒരു തൊടുവരയാണ് ഇവനും. നോക്ക്, ഇവനും. ഓക്കെ അല്ലേ? ഇനി അപ്പൊ ആരൊക്കെ ഈക്വൽ ആയിരിക്കൂടാ? ദേ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അത് ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ്? ദേ ഇത് സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ അവന്റെ പകുതിയായ ഇവനും. ഓക്കെ അല്ലേ? അപ്പൊ നോക്കടാ, ആരായിരിക്കും? ഇവൻ. അപ്പൊ ആരൊക്കെ ഈക്വൽ ആണ്? ദേ 1 അവന്റെ പേരൊന്നും എഴുതാം അല്ലെ? ആദ്യത്തെ അവന്റെ പേര്, ഇവന്റെ പേരെന്താ? ABS, ആംഗിൾ ABS ഈക്വൽ ടു ഇവന്റെ പേരെന്താ? ഇവൻ ABS, ഇവന്റെ പേരെന്താ? BAQ, ആംഗിൾ BAQ ഈക്വൽ ടു ഇവന്റെ പേരെന്താ? ACB, ആംഗിൾ ACB. ഓക്കെ അല്ലേ? സിമ്പിൾ. അടുത്ത കോഡ് എടുക്കുവാണ്, ഞാൻ എടുക്കുവാണ്. ഇതാണ് അടുത്ത ഞാൻ. ഇവന്റെ അറ്റത്തുള്ള ഒരു തൊടുവര ഇത്, ഒരു തൊടുവര ഇത്. അപ്പൊ ഇതിന്റെ താഴെയുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇതിന്റെ സെൻട്രൽ ആംഗിൾ ഇതാണ്, അതിന്റെ പകുതിയുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ആരാടാ? ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവൻ 2, ഇവന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഇവനും 2. സിമ്പിൾ. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്ക്, ഇതിന്റെ ആൻസർ നമുക്ക് എഴുതിയേക്കാം. എങ്ങനെ എഴുതാം? ദേ നോക്കിയോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാം. നോക്ക്, ഇത് 2, ഇതിന്റെ പേരൊക്കെ എഴുതിക്കാൻ നോക്കിയേ. UCB, ആംഗിൾ UCB ഈക്വൽ ടു ഇവന്റെ പേരെന്താടാ? RBC, ആംഗിൾ RBC ഈക്വൽ ടു RBC എന്നല്ലേ? RBC. ഇവന്റെ പേരെന്താടാ? CAB, ആംഗിൾ CAB. ഓക്കെ അല്ലേ? ലാസ്റ്റ് കോഡ് ഇവനെ എടുത്തു കേട്ടല്ലോ. ഇവന്റെ 2 അടുത്തുള്ള ടാൻജന്റ് അല്ലെങ്കിൽ തൊടുവരയാണ് ഇത്. അപ്പൊ ഇതിന്റെ താഴെയുള്ള ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഇതും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവനാണ് മൂന്നാമത്തെ ആൾക്കാര്. ഇവനും ഈക്വൽ ആയിരിക്കും. അവൻ തന്നെ ആയിരിക്കും ഇവനും. അവന്റെ പേര് കൊടുക്കാം TCA, ആംഗിൾ TCA ഈക്വൽ ടു അടുത്തത് PAC, ആംഗിൾ PAC ഈക്വൽ ടു അടുത്തത് എന്താടാ? ഇവൻ എന്താണ്? ABC, ആംഗിൾ ABC. ഓക്കെ അല്ലേ? ഇങ്ങനെ ഓരോ ആംഗിളുകളെ നോക്കി എടുക്കാൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അപ്പൊ അടുത്തതിലേക്ക് പോവാം. നോക്ക്, ടാൻജന്റ് ഫ്രം ഔട്ട്സൈഡ്, പുറത്തു നിന്നും ഒരു തൊടുവര എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഞാനൊരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിന്റെ പുറത്തൊരു പോയിന്റ് എടുത്തു. ഈ പോയിന്റിന് വേണമെങ്കിൽ നമുക്ക് P എന്ന് പേര് കൊടുക്കാം. ഈ Pയിൽ നിന്നും എനിക്ക് ഈ സർക്കിളിലേക്ക് അല്ലെങ്കിൽ വൃത്തത്തിലേക്ക് എത്ര തൊടുവരകൾ വരയ്ക്കാം? 2 എണ്ണം വരയ്ക്കാം. അത് ഒരെണ്ണം ഇങ്ങോട്ടായിരിക്കും, അതിന് ഞാൻ A എന്ന് പേര് കൊടുത്തു, PA. അടുത്തത് എത്രയാണ്? ഇങ്ങോട്ടായിരിക്കും, അതിന് ഞാൻ B എന്ന് പേര് കൊടുത്തു, PB. അപ്പോ പുറത്ത് നിന്നും ഔട്ട്സൈഡിൽ നിന്നും എത്ര തൊടുവരകൾ വരയ്ക്കാം? 2 തൊടുവരകൾ, 2 ടാൻജൻസ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇവർക്ക് 2 പേർക്കും ഒരേ ലെങ്ത് ആയിരിക്കും. ഈ PAയ്ക്കും PBയ്ക്കും എന്താടാ? ഒരേ ലെങ്ത് ആയിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള കാര്യം ഇത്ര ഉള്ളടാ. അതേ നോക്കടാ, ഒരു സർക്കിൾ, ഒരു വൃത്തം. ഞാൻ പുറത്തൊരു പോയിന്റ് എടുത്തു. ഈ പോയിന്റിൽ നിന്ന് എനിക്ക് 2 ടാൻജന്റ് വരയ്ക്കാം. ഇവനെ A എന്നും ഇവനെ B എന്നും C എന്നും വിളിച്ചാൽ ABയും ACയും ആണ് ടാൻജന്റുകൾ. ഇവർക്ക് 2 പേർക്കും ഒരേ ലെങ്ത് ആയിരിക്കും. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ പുറത്ത് നിന്നും എത്ര ടാൻജന്റ് വരയ്ക്കാം? 2 ടാൻജന്റ് വരയ്ക്കാം. 2നും ഒരേ ലെങ്ത്. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി അടുത്ത കാര്യം നോക്കാം. നോക്കിയേ, ഇതിന്റെ ഒന്ന് ആൻസർ പറഞ്ഞേ. BD ആൻഡ് CD ആർ ദ ടാൻജന്റ് ഓഫ് ദ സർക്കിൾ. അപ്പൊ BD ഒരു ടാൻജന്റ് ആണ്, CDയും ഒരു ടാൻജന്റ് ആണ്. ഓക്കെ, BD CD വൃത്തത്തിന്റെ തൊടുവരകളാണ്. ഇനി ചോദ്യം, ആംഗിൾ D എത്രയാണെന്ന്. ആംഗിൾ D ഏതാണ്? ആംഗിൾ D ഇതല്ലടാ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. ഈ ആംഗിളും കൂടി കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. ഇവിടെ 110 വന്നു, ബാക്കി എത്ര വന്നാൽ മതിടാ? 70 വന്നാൽ മതി. അപ്പൊ നോക്കടാ, 110ഉം 70ഉം കൂടി കൂട്ടിയാൽ 180 വന്നില്ലേ? അപ്പൊ അവിടെ എത്ര വന്നാൽ മതിടാ? 70. അപ്പൊ ആംഗിൾ D എത്രയാടാ? 70.
സിമ്പിൾ സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി നോക്കടാ, ഇവൻ 7 സെന്റിമീറ്റർ ആണ്. അടുത്ത ചോദിച്ചിട്ടുള്ള സി ഡി എത്രയാണെന്നാ? സി ഡി ഇതല്ലേ? എടാ ഇവൻ 7 ആണെങ്കിൽ ഇവനും എത്രയായിരിക്കും ഇവിടെ? 7 തന്നെ. ഇവൻ 7 ആണെങ്കിൽ ഇവനും 7 തന്നെ. ഓക്കെ അല്ലേ? അപ്പൊ ഇവന്റെ ലെങ്ത് എത്രയാടാ? 7 സെന്റിമീറ്റർ. സിമ്പിൾ സിമ്പിൾ. ഓക്കെ അല്ലേ? ഇവിടെ അടുത്ത വളരെ സിമ്പിൾ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു കോഡിലാറ്ററൽ ഒരു ചതുർഭുജം വരയ്ക്കുവാണേ. ചതുർഭുജത്തിന് ഞാൻ പേര് കൊടുത്തു ABCD. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഞാനൊരു വൃത്തം വരയ്ക്കുവാണ്. ഇതിൻ്റെ എല്ലാ വശങ്ങളിലും ടച്ച് ചെയ്ത് പോകുന്ന ഒരു വൃത്തം. കേട്ടല്ലോ? ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു വൃത്തം ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ വശങ്ങളിലും ടച്ച് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പ്രത്യേകത ഉണ്ടാവും. അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ കൂട്ടുവാണെന്ന് വിചാരിച്ചോ. അതായത് ഈ ഏത് സൈഡാണ്? AB-യും ഇതിന് ഓപ്പോസിറ്റ് എതിരെ കിടക്കുന്ന CD-യും കൂടി ഞാൻ കൂട്ടി. എന്താണ്? ഇതിന്റെ AB-യും CD-യും കൂടി ഞാൻ കൂട്ടി. ഓക്കെ അല്ലേ? AB-യും CD-യും. അതുപോലെ അടുത്ത ഓപ്പോസിറ്റ് സൈഡുകൾ ഏതൊക്കെയാണ്? AD-യും BC-യും കൂടി ഞാൻ കൂട്ടി. ഏതൊക്കെയാണ്? AD-യും BC-യും കൂടി ഞാൻ കൂട്ടി. അതായത് ഈ സൈഡും കൂടി കൂട്ടി AB-യും CD-യും. ഈ സൈഡും കൂടി ഞാൻ കൂട്ടി AD-യും BC-യും. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? അതെ, സിമ്പിൾ. നോക്കിയേ, ഇവനൊരു 4 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു, ഇവനൊരു 6 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവർ രണ്ടും കൂടി കൂട്ടിയപ്പോൾ എത്ര വന്നടാ? 10 വന്നു. ഇവർ രണ്ടും കൂടി കൂട്ടിയാൽ ഉറപ്പായിട്ട് 10 തന്നെ വരും. ഇവനൊരു 3 ആണെങ്കിൽ അപ്പൊ ഇവൻ എത്രയായിരിക്കും? 7. സിമ്പിൾ. കേട്ടല്ലോ? ഈ കാര്യം ഒന്ന് ഓർത്തിരുന്നോളാം. ഓപ്പോസിറ്റ് സൈഡുകളുടെ സം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് ഇത് ഇതുപോലൊരു ഫിഗർ കാണാൻ പറ്റും. നോക്കിയേ, ഇതുപോലൊരു ഫിഗർ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഒരു സർക്കിളുമുണ്ട്, ഇതിൻ്റെ അകത്ത് ഒരു വൃത്തവുമുണ്ട്. ഈ ലെങ്ത് D ആണെന്ന് പറഞ്ഞു, ഈ ലെങ്ത് A ആണെന്ന് പറഞ്ഞു, ഈ ലെങ്ത് B ആണെന്ന് പറഞ്ഞു, ഈ ലെങ്ത് C ആണെന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെയായിരിക്കും ഈക്വല്? ഈ A-യും C-യും കൂടി കൂട്ടുന്നതും A+C ഈക്വൽ ടു ഏതാണ്? ഈ B-യും D-യും കൂടി കൂട്ടുന്നത് ഈക്വൽ ആയിരിക്കും. ഇതൊന്ന് ഓർത്തിരുന്നേച്ചാൽ മതി. സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം. ഇനിയാണ് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗത്തേക്ക് കിടക്കുന്നത്. ലാസ്റ്റ് ഭാഗം വളരെ സിമ്പിളാടാ. സർക്കിൾ ടച്ചിങ് എ ലൈൻ, അല്ലെങ്കിൽ വരയെ തൊടുന്ന വട്ടം. അതായത് സിമ്പിളായിട്ടും ഞാനൊരു ട്രയാങ്കിൾ എടുത്ത് ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വൃത്തം വരയ്ക്കുവാണ്. ഇപ്പൊ ശ്രദ്ധിക്കണം, ഞാനൊരു ട്രയാങ്കിൾ എടുത്ത് ട്രയാങ്കിളിന്റെ അകത്താണ് വൃത്തം വരച്ചത്. നമ്മൾ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ട്രയാങ്കിൾ എടുത്ത് അതിന്റെ പുറത്ത് വൃത്തം വരച്ചു. ഇതിന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പേരെന്തായിരുന്നു? സർക്കം സർക്കിൾ അല്ലേ? സർക്കം സർക്കിൾ. മലയാളത്തിൽ പരിവൃത്തം എന്ന് പറയും. ഇവിടെ എന്താ കാര്യം? സർക്കിള് പുറത്താണ്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത നോക്കിയേ, സർക്കിള് അകത്താണ്. ഇങ്ങനെ സർക്കിൾ അകത്താണെങ്കിൽ ഈ ഫിഗറിനെ നമ്മൾ പറയുന്ന പേര് ഇൻ സർക്കിൾ. സർക്കിൾ എവിടെയാണ്? ഇൻസൈഡ് ആണ്. സർക്കിൾ എവിടെയാണ്? ഇൻസൈഡ് ആണ്. വളരെ ഇമ്പോർട്ടന്റ്. കേട്ടല്ലോ? സർക്കിൾ ഇൻസൈഡ് ആണെങ്കിൽ ഇൻസർക്കിൾ എന്ന് പറയും. അതിന് മലയാളത്തിൽ അന്തർവൃത്തം എന്ന് പറയും. സർക്കിൾ എവിടെയാണ്? അന്തറിലാണ്, അകത്താണ്. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം. ഇനി ഇവിടെ പഠിക്കാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ളൂടാ. ഇതൊരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ അകത്ത് ഒരു സർക്കിൾ. ഈ സർക്കിളിന് ഒരു റേഡിയസ് ഉണ്ടാവൂലേ? അതിനെ നമ്മൾ 6 എന്ന് വിളിച്ചു. അപ്പൊ 6 എന്ന് പറഞ്ഞാൽ എന്താ? 6 സർക്കിളിന്റെ റേഡിയസ്. കേട്ടല്ലോ? സർക്കിളിന്റെ റേഡിയസ്, സർക്കിളിന്റെ ആരം. ഓക്കെ അല്ലേ? ഇനി ഇവിടുത്തെ ഒരു A എന്ന് ഞാൻ വിളിക്കുവാണ്. A എന്ന് പറഞ്ഞാൽ ഏരിയയാണ്, പരപ്പളവാണ്. ആരുടെയാണെന്ന് ചോദിക്കും? ട്രയാങ്കിളിന്റെ. ഓക്കെ അല്ലേ? ഈ ഏരിയ A എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയാങ്കിളിന്റെ ഏരിയ ആണ്, ട്രയാങ്കിളിന്റെ പരപ്പളവാണ്. ഓക്കെ, ഒരു സാധനം കൂടി എടുക്കും, എസ്. എസ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ ഈ 3 സൈഡിന്റെ ലെങ്ത് കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന സാധനം എന്താ? പെരിമീറ്റർ, ചുറ്റളവ് എന്ന് പറയും അല്ലേ? ഈ പെരിമീറ്ററിന്റെ നോക്കിയടാ, ഈ പെരിമീറ്ററിന്റെ പകുതിയാണ്, അല്ലെങ്കിൽ ചുറ്റളവിന്റെ പകുതിയാണ് എന്ത്? എസ്. കേട്ടല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ 3 സാധനം പറഞ്ഞു. ആർ എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിളിന്റെ റേഡിയസ്, സർക്കിളിന്റെ ആരം. അടുത്തത് എ എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറഞ്ഞാൽ പരപ്പളവാണ്, ഏരിയ ആണ്. ആരുടെ? ട്രയാങ്കിളിന്റെ. എസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ട്രയാങ്കിളിന്റെ ചുറ്റളവ്, അതായത് പെരിമീറ്ററിന്റെ പകുതി മറന്നു പോരുത്, പകുതി. കേട്ടല്ലോ? അതായത് നമ്മുടെ പെരിമീറ്റർ എത്രയാണോ അതിന്റെ പകുതിയാണ് എസ്, മറന്നു പോകരുതേ. കേട്ടല്ലോ?
ഇത് മൂന്നും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. R = A/S. എന്താണ്? R = A/S. കേട്ടല്ലോ, സിമ്പിൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് സൈഡ് 6, 8, 10. വശങ്ങളുടെ നീളം 6, 8, 10 സെന്റിമീറ്റർ ഉള്ള ത്രികോണത്തിന്റെ അന്തർവൃത്തത്തിന്റെ ആരം കണക്കാക്കുക. അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിന്റെ അകത്ത് ഒരു അന്തർവൃത്തം ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ സൈഡുകളുടെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട്, എത്രയാണ്? 1 6, 1 8, 1 10. നമുക്ക് ഇതിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം, ആരം കണ്ടുപിടിക്കണം. റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? A/S. ഇവിടെ നമുക്ക് എസ് കണ്ടുപിടിക്കാം. എസ് എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്ററിന്റെ പകുതി. ഈ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എങ്ങനെ കണ്ടുപിടിക്കും? ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും കൂടി കൂട്ടിയെടുക്കുന്നതല്ലേ? 6, 8, 10 അല്ലെ? 10 6 16 8 എത്ര കിട്ടും? 24. 10 + 6 + 8 24. കേട്ടല്ലോ, ഇതാണ് പെരിമീറ്റർ. ഇതിൻ്റെ അകത്ത് നിന്ന് എസ് കണ്ടുപിടിക്കാല്ല. എസ് എന്ന് പറഞ്ഞാൽ 24ന്റെ പകുതി. ആൻസർ എത്രയാണ്? 12. സിമ്പിൾ. എസ് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി എ കണ്ടുപിടിക്കണം. എ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയയാണ്, പരപ്പളവാണ്, പരപ്പളവ്. ഓക്കെ അല്ലേ? അതെങ്ങനെയാ കണ്ടുപിടിച്ചോണ്ടിരുന്നത്? സിമ്പിൾ ആടാ. ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ തന്നിട്ടുണ്ടെങ്കിൽ, നോക്കിയേ, ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല നമ്മൾ ഉപയോഗിക്കുമായിരുന്നല്ലോ. സിമ്പിൾ. ഈ സാധനം A = റൂട്ടിന്റെ അകത്ത് S × S - A × S - B × S - C. ഇങ്ങനൊരു സാധനം നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ഹീറോൺസ് ഫോർമുല എന്ന് പറയുന്ന ഒരു സാധനം. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ, ശ്രദ്ധിച്ചേടാ, നമ്മളുടെ ഇവിടുത്തെ അളവുകൾ തന്നിട്ടുണ്ട് 6, 8, 10. നമ്മൾ എസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എസ് എത്രയാണ്? 12, 12, 12. അപ്പൊ ഇതിന്റെ ഏരിയ ഒന്ന് നോക്കിയേ. റൂട്ടിന്റെ അകത്ത് S × S - A × S - B × S - C. സിമ്പിൾ. അപ്പൊ റൂട്ടിന്റെ അകത്ത് എസ് എത്രയാണ്? 12 ഇൻറ്റു അടുത്ത എത്രയാണ്? 12 - ഏതെങ്കിലും ഒരു സൈഡ് 6 ഇൻറ്റു 12 - അടുത്ത സൈഡ് 8, 12 - അടുത്ത സൈഡ് 10. ഓക്കെ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 12 ൽ നിന്ന് 6 പോയ എത്രയാണ്? 6. 12 ൽ നിന്ന് 8 പോയ എത്രയാണ്? 4. 12 ൽ നിന്ന് 10 പോയ എത്രയാണ്? 2. വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എത്ര വന്നു? റൂട്ടിന്റെ അകത്ത് 12 ഇൻറ്റു 6 ഇൻറ്റു 4 24, 24 ഇൻറ്റു 2 എത്ര വന്നു? 48. ആൻസർ എത്ര വരും? റൂട്ടിന്റെ അകത്ത് 576 എന്ന് വരും. ഈ 576ന്റെ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കും? വളരെ സിമ്പിളാണ്. നമുക്ക് 20ന്റെ റൂട്ട് അറിയാം, അല്ല 20ന്റെ സ്ക്വയർ അറിയാം. എത്രയാണ്? 400. 20 ഇൻറ്റു 20 എത്രയാണ്? 400. 30ന്റെ സ്ക്വയർ അറിയാവോ? നോക്കിയേ, 20ന്റെ സ്ക്വയർ അറിയാം. എത്രയാണ്? 400. 30ന്റെ സ്ക്വയർ അറിയാവോ? എത്രയാണ്? 900 അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വന്നിട്ടുള്ള ഈ നമ്പർ എവിടെയാണ്? 400നും 900നും ഇടക്കാണ്. അതായത് 20നും 30നും ഇടക്കായിരിക്കും നമ്മുടെ സ്ക്വയർ ഉണ്ടെങ്കിൽ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അവസാനം വന്നിട്ടുള്ള സംഖ്യ 6 ആണ്. 6 അവസാനം വരുന്നതെങ്കിൽ 4ന്റെ സ്ക്വയർ 16 ആണ്, 6ന്റെ സ്ക്വയർ 36 ആണ്. അപ്പോൾ ഒന്നെങ്കിൽ 24 ആയിരിക്കും, അല്ലെങ്കിൽ 26 ആയിരിക്കും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. ഇത് ഓരോന്ന് ചെയ്ത് നോക്കിയാൽ മതി. 24 ഇൻറ്റു 24 ചെയ്യാം. 4 ഇൻറ്റു 4 16 1, 4 ഇൻറ്റു 2 8 1 9, 24 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 48, 6 7 5. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 576. അപ്പോൾ 576ന്റെ റൂട്ട് എത്ര കിട്ടി? 24. ഏരിയയും കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ എന്തായിരുന്നു? R = A/S. അപ്പോൾ R = A എത്ര കിട്ടിയടാ? 24 ഡിവൈഡഡ് ബൈ എസ് എത്രയായിരുന്നടാ? ദേ കിടക്കുന്നു 12, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 സെന്റിമീറ്റർ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യം. ഓക്കെ അല്ലേ? ഇത്രയുമാണ് ഈ ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. ടാൻജൻസ് അല്ലെങ്കിൽ തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് കൺസ്ട്രക്ഷൻസ് വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ കൂടിയുണ്ട്. അത് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ, ഒരു ഫുൾ വീഡിയോ ആയിട്ട് വരയ്ക്കാനുള്ളത് മാത്രം ചെയ്യാം. കേട്ടല്ലോ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത്, ടാൻജൻസ് അല്ലെങ്കിൽ തൊടുവരയിലുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക.